താങ്കൾ രക്ഷിക്കപ്പെട്ടുവോ? ഈ ചോദ്യം നിങ്ങൾക്ക് വിചിത്രമായി തോന്നിയേക്കാം. നിങ്ങളൊരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നതെങ്കിൽ നിങ്ങൾ പറയും, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, വേദപുസ്തകം വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുമുണ്ട്. ഇത് എന്നെ സംബന്ധിക്കുന്ന ചോദ്യമല്ല എന്ന്. നിങ്ങൾ സ്വർഗത്തിൽ പോകുമോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾ പറയും, അതവിടെ ചെല്ലുമ്പോഴേ അറിയുവാൻ പറ്റൂ എന്ന്. അല്ലെങ്കിൽ പറയും, ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന്. സുഹൃത്തെ, നിങ്ങൾ പറയുന്നതെല്ലാം ശരിയായിരിക്കാം. എന്നാൽ സത്യവേദ പുസ്തകത്തിൽ മുഴങ്ങി കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 30-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? അതിനുള്ള മറുപടി ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 16:31. ദൈവം മനുഷ്യനെ പാപമില്ലാത്തവനായി സൃഷ്ടിച്ച് ഏദെൻ തോട്ടത്തിലാക്കി. അവനെ തേജസ്സും ബഹുമാനവും അണിയിച്ചിരുന്നു. എന്നാൽ മനുഷ്യൻ പിശാചിനാൽ വഞ്ചിക്കപ്പെട്ട് തിന്നരുത് എന്ന ദൈവം കൽപ്പിച്ച വൃക്ഷഫലം ഭക്ഷിച്ചത് മൂലം അനുസരണക്കേട് കാട്ടി ദൈവത്തോട് പാപം ചെയ്യുവാൻ ഇടയായി. ഇതുമൂലം മനുഷ്യൻ മരണത്തിനും ശാപത്തിനും അധീനനായി തീർന്നു. മനുഷ്യൻ അണിഞ്ഞിരുന്ന ദൈവിക തേജസ് അവന് നഷ്ടമായി. തന്മൂലം ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. മനുഷ്യൻ ദൈവ സാന്നിധ്യത്തിൽ മടങ്ങി. മനുഷ്യൻ ദൈവസാന്നിധ്യത്തിൽ മടങ്ങിച്ചെല്ലുവാൻ ദൈവം വെച്ചിരുന്ന വ്യവസ്ഥകൾ മറിച്ച് അവൻ കുറുക്കു വഴികൾ തേടുവാനായിട്ട് തുടങ്ങി. സത്യവേദ പുസ്തകം ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു, അവൻ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി അയാളുടെ നിരൂപണങ്ങളാൽ വ്യർത്ഥരായി തീർന്നു. അക്ഷനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ഭയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യത്തിലാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു ആരാധിച്ചു. റോമർ 1-ാം അധ്യായം 21 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നും ഉയരുന്ന ഒരു നിലവിളിയുണ്ട്. അത് സത്യവേദ പുസ്തകം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? റോമർ 7:24. ന്യായപ്രമാണപ്രകാരം രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. എബ്രായർ 9:22. ഏകന്റെ ലംഘനത്താൽ പാപം ലോകത്തിൽ കടന്നതുകൊണ്ട് എല്ലാവരും പാപികളായി തീർന്നു. മാത്രമല്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരാത്തവരായി തീർന്നിരിക്കുന്നു. നന്മ ചെയ്യുന്നവനെല്ലാം ഒരുത്തൻ പോലുമില്ല. സങ്കീർത്തനം 14:3 എന്ന് സത്യവേദ പുസ്തകം പറയുന്നു. അതിനാൽ മനുഷ്യവർഗത്തിന് സ്വതവേ ഈ രക്ഷ പ്രാപിപ്പാനായിട്ട് സാധ്യമല്ല. ആകയാൽ ദൈവം തന്നെ മനുഷ്യ സദൃശ്യത്തിലായി ലോകത്തിൽ വന്നു. അവൻ തന്നെത്താൻ ഒഴിച്ച വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ. അവനാണ് സാക്ഷാൽ യേശുക്രിസ്തു. നമ്മോടുള്ള സ്നേഹത്താലും കരുണയാലും മനുഷ്യവർഗത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു ക്രൂശിൽ യാഗമായി തീർന്നു. നമ്മൾ ഓരോരുത്തരും പാപത്തിൻ്റെ ശിക്ഷ ഏൽക്കേണ്ട സ്ഥാനത്ത് യേശു ക്രൂശിൽ നമ്മുടെ ശിക്ഷ ഏറ്റെടുത്തു. അതുകൊണ്ട് യേശുവിൽ കൂടെ മാനവരാശിക്ക് ജീവകാരണമായ നീതീകരണം വന്നു. യേശു ക്രൂശിൽ മരിക്കുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. തൻ്റെ ശിഷ്യന്മാർ കാണുക അവൻ സ്വർഗാരോഹണം ചെയ്തു. ഈ യേശു ഇന്നും ജീവിക്കുന്നു, ഇന്നും അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നു. തിരുവചനം ഇങ്ങനെ പ്രസ്താവിക്കുന്നു, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. റോമർ 10:9. അതായത് ആത്മീയ മരണം മാറി പുതുജീവൻ പ്രാപിക്കുന്നു. പിന്നെ വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. 1 കൊരിന്ത്യർ 15:54. നിങ്ങളിപ്പോൾ തന്നെ യേശുവാണ് എൻ്റെ കർത്താവും രക്ഷിതാവുമെന്ന് ഒരു തീരുമാനമെടുക്കുക. അങ്ങനെ നിങ്ങളൊരു തീരുമാനമെടുത്തെങ്കിൽ വായ്കൊണ്ട് അത് രക്ഷയ്ക്കായി ഏറ്റുപറയുക. എന്നാൽ നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെടും. നിങ്ങളൊരു ദൈവ പൈതലാകും. നിങ്ങൾ വിളിച്ചപേക്ഷിച്ചാൽ ദൈവം കേൾക്കും. യേശു ഒരു നാൾ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. യേശു നിങ്ങൾക്ക്
ഒരു പുതുജീവിതവും ഒരു പുതിയ തുടക്കവും നൽകും. തുടർന്ന് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അതുകൊണ്ട് പ്രിയ സഹോദര സഹോദരി, വരിക, ഈ രക്ഷ അവകാശമാക്കിക്കൊള്ളുക. ആർക്കെങ്കിലും കർത്താവിനെ രക്ഷിതാവും കർത്താവുമെന്ന് ഹൃദയത്തിൽ സ്വീകരിച്ച് ഏറ്റുപറയുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഈ നിമിഷം കണ്ണുകളെ അടച്ച് ഹൃദയം ദൈവസന്നിധിയിലേക്ക് ഉയർത്തി പാപങ്ങളെല്ലാം വിട്ടുകളയുവാനായിട്ട് ഒരു തീരുമാനമെടുത്ത് ഒരു പുതിയ ജീവിതത്തിനായിട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമെങ്കിൽ ഈ പറയുന്ന വാക്കുകൾ നിങ്ങൾ പറയാം. ഈ പ്രാർത്ഥന നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ രക്ഷിതാവുമേ, നീ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കും. മനുഷ്യനായിട്ട് പിറന്ന് ഞങ്ങളുടെ പാപങ്ങൾ വഹിച്ച് നീ കാൽവറിയിൽ കയറി ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി നീ യാഗമായി തീർന്നു. നീ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. കർത്താവേ, അങ്ങയെ ഞങ്ങൾ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുന്നു. കർത്താവേ, എൻ്റെ പാപമെല്ലാം മോചിക്കണമേ, എന്നെ സൗഖ്യമാക്കണമേ, എന്നെ ശക്തീകരിക്കണമേ, ഒരു പുതുജീവിതം കഴിക്കുവാനായിട്ട് എനിക്ക് കൃപ തരണമേ. അങ്ങയുടെ മകനായി അങ്ങയുടെ മകളാക്കി എന്നെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതോർത്ത് സ്തോത്രം, യേശു നാമത്തിൽ തന്നെ. ഇങ്ങനെ ദൈവവൈതലായ നിങ്ങൾക്ക് തുടർന്നും ദൈവകൃപയിൽ ജീവിക്കുവാനായിട്ട് ദൈവം കൃപ തരും. വെളിപ്പാട് പുസ്തകം 22:17 ഇങ്ങനെ വായിക്കുന്നു, വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ദൈവസന്നിധിയിൽ സൗജന്യമായിട്ടുള്ള രക്ഷയും നീതീകരണവും ദൈവസന്നിധിയിലുണ്ട്. അത് അവകാശമാക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം.